നമ്മുടെ സുധിച്ചേട്ടന് വേണ്ടിയിട്ട്. എല്ലാവരും ഒരു നിമിഷം മൗനം പാലിക്കുക. എല്ലാം നമ്മുടെ സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ് രേണു സുധി. ഒരു നിമിഷം ഇങ്ങനെ മൗനം, ഞാൻ ഇരിക്കുന്ന പോലെ ഇരിക്കും. എല്ലാവരും ഇരുന്നല്ല? ഓക്കെ, അപ്പം ശരി, നമുക്ക് തുടങ്ങാം. അങ്ങനെ നമ്മുടെ രേണു സുധി വീണ്ടും എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ട്. അത് ഓർക്കുമ്പോഴാണ് എല്ലാം ഒരു ആശ്വാസം. അപ്പൊ കാര്യത്തിലോട്ട് നമുക്ക് കടക്കാം. രേണു സുധിയാണെങ്കിൽ പുതിയൊരു വിവാദവുമായിട്ട് വന്നിരിക്കുകയാണ്. വണ്ടിയുടെ സീറ്റ് ബെൽറ്റ് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മുടെ രേണുവിന്. ഞാൻ രേണുവിനെ ഒന്നും പറയത്തില്ലേ, നീ അഴിഞ്ഞാടിക്കുക, നമുക്ക് ഒരു കുഴപ്പമില്ല, നീ എന്നാ വെച്ചാൽ കാട്ടിക്കൂട്ടിക്കുക. ഇനി ഫുൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും രേണുവിനെ ഇനി സപ്പോർട്ട് ചെയ്യണം. കാരണം രേണു പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ദാസേട്ടനുമായിട്ട് ഒരു ഒന്നാം തരം യസ്മ പോലത്തെ ഒരു സീരിയസ് പോലത്തെ ഒരു ആൽബമൊക്കെ അഭിനയിച്ച് കൊളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു കാണും. കാണാത്തവർ ഓടിപ്പോയി കാണണം പെട്ടെന്ന്. അതിന്റെ പേരെന്തായിരുന്നു? മന്ദാരോ കിന്താരോ എന്തോ ഗീരവത്തായിരുന്നു. എല്ലാവരും ഓടിപ്പോയി കാണണം. ദാസേട്ടൻ വിത്ത് രേണു സുധി ആൽബം ഒന്ന് സെർച്ച് ചെയ്ത് അപ്പം തന്നെ കിട്ടും. അമ്മാതിരി സാധനമാണ്. ഞാൻ റിയാക്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പോട്ടെ, അതല്ല നമ്മുടെ ഇവിടത്തെ വിഷയം. അപ്പൊ രേണു സുധി ഞാൻ ഒന്നും പറയില്ല. ഒന്നും പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധി വേറെ ലെവലായിട്ടാ. സീറ്റ് ബെൽറ്റ് പോലും ഇടാൻ അറിഞ്ഞൂടാത്ത രീതിയിൽ ഇരുന്ന് കളിക്കുകയാണ്. രേണു അറിയാതെ പറ്റിയതുപോലെ അഭിനയിക്കുകയാണ്. കാണുമ്പോൾ തന്നെ അറിയാം. വൺ മുത്തം കൊട്, ടു നീ മുത്തം കൊട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രേണു. എന്തായാലും നമുക്ക് ഐശ്വര്യമായിട്ട് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഐശ്വര്യമാണ്. ഒച്ചടി കയറ്റമാണ്. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും എനിക്ക് വേണ്ടിയിട്ട് ഒരു ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. എല്ലാവരും ഒന്നിനായിട്ട് തിരിച്ചു പോവാ. എന്തായാലും രേണുവിന്റെ സീറ്റ് ബെൽറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഇന്ന് ഇവിടെ ആരംഭിക്കാം. ഇത്ര മാത്രം സീറ്റ് ബെൽറ്റ് പിടിച്ച് താഴ്ത്തി ഇടാനായിട്ട് എന്താണ് രേണു അവിടെ ഒരു മാല ഞാൻ കണ്ടായിരുന്നു. ആ മാല കാണിക്കുന്നതാണോ? ഒന്നുകൂടെ കാണാം. നമുക്ക് മാല കാണിച്ചതായിരിക്കും അല്ലേ? മാല കാണിക്കുന്നതാണ്. മാല 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 ഒരു മാല കാണിച്ചത് നിങ്ങളെല്ലാവരും കണ്ടല്ലോ. രേണു അത്രയും പൈസ കൊടുത്ത് വാങ്ങിയൊരു മാലയാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ആ മാല നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മിക്കവാറും ഇനി അടുത്ത് കാണാൻ സാധിക്കും നമുക്ക് മെമ്പർഷിപ്പ് ലൈവിൽ. മറ്റേ ബിജി ചേച്ചി, ശ്രുതി തമ്പി, പിന്നെ വേറെ കുറെ അപരാധികളൊക്കെ ഉണ്ട്. ഇതുപോലെ ഇനി മെമ്പർഷിപ്പിൽ മിക്കവാറും കാണാൻ സാധിക്കും. അവിടെ നല്ല വരുമാനം ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് മിക്കവാറും പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയും കാണുന്നുണ്ട്. അതുപോലെ ഒരു ന്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ മെമ്പർഷിപ്പ് അപരാധങ്ങളെല്ലാം യൂട്യൂബ് ഇതുപോലത്തെ പ്ലാറ്റ്ഫോം എല്ലാം ബേൺ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്തയും ഞാൻ ന്യൂസായിട്ട് കണ്ടിട്ടുണ്ട്. അത് ഉള്ളതാണെങ്കിൽ സത്യമായിരുന്നു, കൊള്ളായിരുന്നു, നല്ല കാര്യം കേട്ടോ. അപരാധങ്ങൾ വേണ്ടേ? സത്യം പറഞ്ഞാൽ കൊച്ചു കുട്ടികളടക്കം യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്. പിന്നെ പുതിയ മാലയൊക്കെ കാണിച്ചത് രേണു എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടായിരിക്കും. കിച്ചുവായി വെറുതപ്പോ ഒന്നും പറയാനില്ല. നിങ്ങളായി, നിങ്ങളുടെ നിങ്ങളുടെ കുടുംബമായി. എന്റെ പൊന്ന് തങ്കം ചേട്ടാ, മോള് പുതിയ മാല വാങ്ങിച്ചായിരുന്നു. തങ്കം ചേട്ടാ കണ്ടായിരുന്ന? ഇല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് മാറ്റി മോള് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാണാത്തവർക്ക് കാണാം, ഞാനൊന്നും പറയുന്നില്ല. ഇതുമെല്ലാം പറഞ്ഞ് നമ്മളെ പിടിച്ച് സദാചാരം അമ്മാവനാക്കൂടെ? എനിക്ക് അതിനുള്ള വയസ്സൊന്നുമില്ല. ഞാൻ ഒരു കൊച്ചു കിളിന്ത് പയ്യനാണ്. കുറച്ച് താടിയുണ്ട്, കുറച്ച് മുടിയുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ 10-50 വയസ്സൊന്നും ആയിട്ടില്ല. നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കില്ലത്. എന്നൊരുമ അമ്മ മൈൻഡിലൊക്കെയാണ് സംസാരിക്കുന്നത്. കൊച്ചു പയ്യനോടെ മാരീഡ് പോലെയല്ല, ഐ എം സിംഗിൾ. ആർക്കെങ്കിലും കല്യാണം ആലോചനക്ക് താല്പര്യമുണ്ടോ? എനിക്ക് താഴെ കമന്റ് ചെയ്യും, നമുക്ക് ആലോചിക്കാം. എല്ലാവരും കൂടി ഒരുമിച്ച് ആലോചിക്കാം. അതല്ലേ എൻ്റെ ഒരു ശരി. എന്നാൽ നമുക്ക് അതല്ല ഇവിടുത്തെ വിഷയം. ഞാൻ വിഷയത്തിൽ തന്നെ മാറുന്നു. നാണം വന്ന് എന്ത് ചെയ്യാൻ? ഇടയ്ക്കിടെ എനിക്ക് നാണം വരും. നിങ്ങളെ കാര്യമൊക്കെ ഉണ്ടോ? നിങ്ങൾ കണ്ടോ? അത് പോട്ടെ, വീണ്ടും നാണം വന്ന് പോട്ടെ. നമുക്ക് ഒന്നുകൂടി ആ റീല് കാണാം. ബെൽറ്റ് ഇട്ടാണ് രേണു സുധി വണ്ടി ഓടിക്കുന്നത്. എനിക്കിവിടെ ശാന്തിവള ദിനേശൻ ചേട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഓർമ്മ വന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, വല്ലാതെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ തറയിൽ നിൽക്കത്തില്ലായിരുന്നു. സത്യം, ഉള്ള കാര്യമാണ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും തറയിൽ നിൽക്കത്തില്ല. അട്ടയെ പിടിച്ച് മെത്തേക്കിടത്തേ കിടക്കൂ. അതെവിടെ പോവും? ചെളിക്കുണ്ടിലേക്ക് പോവും. നമ്മളങ്ങനെയല്ല, ചുമ്മാ ഒരു അവിശക്തി പറഞ്ഞു. ഞാൻ ഫുൾ സപ്പോർട്ട് ഇപ്പൊ രേണുവിനാണ്. രേണു, നീ കണ്ടിന്യൂ, നീ ഈ വിമർശനങ്ങളൊന്നും എല്ലാം അതിജീവിച്ച് പോ, ഒന്നും മൈൻഡ് ചെയ്യണ്ട. ഞാൻ ഫുൾ സപ്പോർട്ട് ഇപ്പൊ രേണുവിനാണ് തരുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും രേണു ഇത്രയും ഒരു അടിപൊളി മാല കാണിച്ച് വീഡിയോ ചെയ്ത സ്ഥിതിക്ക്, സീറ്റ് ബെൽറ്റ് മാറ്റി ഇടയ്ക്കിടയ്ക്ക് മാല കാണിക്കുന്നുണ്ടായിരുന്നല്ലോ, മാല കാണിച്ച് വീഡിയോ ചെയ്ത സ്ഥിതിക്ക് നമുക്ക് അതിന്റെ താഴെ ഒന്ന് കമന്റ് ഒന്ന് നോക്കാം. ഡ്രസ്സ് ഇറങ്ങിപ്പോയി, മാല കാണിച്ചതാണ്. നിങ്ങൾ എന്തിനാണ് രേണുവിനെ എങ്ങനെ ചിന്തിക്കുന്നത്? ഡ്രസ്സ് മാറ്റി ഇറങ്ങിപ്പോയി.
ഇറങ്ങിപ്പോയത് മാല കാണിച്ചതാണ്. മാല കണ്ടില്ലേ നിങ്ങൾ? നല്ല മാലയല്ലേ, അടിപൊളി. പ്രാവിന്റെ സിമ്പിളാണെന്ന് തോന്നുന്നു, ലോക്കറ്റ് എന്തോ. ഇനി രേണു ഡ്രസ്സിന്റെ നെക്ക് ഇറങ്ങിപ്പോയി, ഇത്രയും വേണ്ട കേട്ടോ. ആരൊക്കെ ഉപദേശിക്കുന്നു, രേണുവി ഡ്രസ്സിന്റെ നെക്ക് ഇറങ്ങിപ്പോയി, ഓ ഇതൊന്നും വേണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞ് ഉപദേശിച്ചപ്പോ രേണു ഓക്കെ ശ്രദ്ധിക്കാം, രേണു ശ്രദ്ധിക്കും. പിന്നെ അല്ലാണ്ട് രേണു നീ ശ്രദ്ധിച്ചൊക്കെ വേണം ഇനി ഡ്രസ്സൊക്കെ ഇടാൻ. ഞാൻ അതിലോട്ട് ശ്രദ്ധിച്ചില്ല, ഞാനത് ശ്രദ്ധിച്ചതേ ഇല്ല. ഞാൻ ആകെ കണ്ടത് മാലയായിരുന്നു. ഈ മാല കാണിക്കാൻ വേണ്ടിയിട്ട്, പത്രം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്ത പോലെയാണ് തോന്നിയത്. ഞാൻ പറയാതെ തന്നെ കാര്യങ്ങൾ പിടികിട്ടി കാണുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ല, ദൈവമേ ഇനി മെമ്പർഷിപ്പിലോട്ട് കാണേണ്ടി വരുമെന്ന്. സബ്സ്ക്രൈബ് ചെയ്യണേ ചങ്കുകളെ എന്ന് പറഞ്ഞുകൊണ്ട് ദാസേട്ട മെമ്പർഷിപ്പിന്റെ ഓണറായിട്ടും പരിമിക്കുവാറ്. ദൈവത്തിനറിയാം എന്തൊക്കെ കാണാൻ പോകുന്നോ എന്തോ. ചേച്ചി എന്താ ശരിക്കും കാണിക്കാൻ ഉദ്ദേശിച്ച? മാല, ലോക്കറ്റ്. അമ്മച്ചിയാണോ? ഞാൻ കണ്ടല്ലേ മാല ലോക്കറ്റ്. നിങ്ങൾ എന്തുവാ നോക്കുന്നത്? എന്ത് മാലയിലും ലോക്കറ്റിൽ നോക്കണേ? അങ്ങനെയല്ല, മാലയിൽ ലോക്കറ്റ് പോവാനാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ രേണുവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലോട്ട് പോയി സകലമായ വീഡിയോകൾ മാത്രമേ ഉള്ളൂ പോവാനുള്ളൂ. നോക്കാം. എന്താടി തക്കുടു കരയുന്നേ? കരയരുത് രേണു, കരയരുത്. നീ കരയാൻ പാടില്ല, നീ കരയാനുള്ളതല്ല രേണു. എന്തിനാ രേണു കരയുന്നേ? അച്ചുട്ടോ പ്രജീഷ് ഏട്ടനൊന്നും പറയത്തില്ല. പ്രജീഷ് എന്തെങ്കിലും പറഞ്ഞോ കരയാനായിട്ട്? അതിനർത്ഥം പ്രജീഷ് എന്തെങ്കിലും പറഞ്ഞ രേണു കരയും എന്നാണല്ലോ. എന്തോ ഡേയ്, നിന്റെ ഭാര്യയൊക്കെ സമ്മതിക്കുന്നുണ്ടടാ നിന്റെ ഈ റീല് പിടുത്തം, ആൽബം പിടുത്തം? അറിയില്ല, നിങ്ങൾ ഫാമിലി ആയിട്ട് ഭയങ്കര സപ്പോർട്ടായിരിക്കും, പുരോഗമന ചിന്താഗതി ആയിരിക്കുമല്ലോ. എന്തായാലും ചേച്ചിയെ പ്രജീഷിന്റെ ഭാര്യ എടുത്താണ് പറയാനുള്ളത്, ഒന്ന് സൂക്ഷിച്ചോ കേട്ടാ. എടാ വാഴ എന്നാണ് നിന്നെ ഉദ്ദേശിച്ചത് രേണു, പ്രജീഷിനാണ് കേട്ടാ. നീ പറഞ്ഞാൽ ഒരിക്കൽ ഒന്നേ പറയത്തുള്ളൂ, പിന്നെ നീ വാ തുറക്കത്തില്ല, അണ്ണാക്കി തിരികെ വെച്ച് തരും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. കേട്ടോണ്ടൊക്കെ ഇരിക്കണല്ലോടാ പൊട്ടനെ പോലെ. പൊട്ടന ഇരുന്നു നീ പാട്ട് പാടാൻ അറിയാതെ, കൂട്ടുകൂടാൻ അറിയാതെ, രണ്ടിളം പൈങ്കിളികൾ. ഒന്നും പറയാനില്ല, നീ എന്തേലുമൊക്കെ കാട്ടിക്കൂട്ട്. നിങ്ങളെയൊക്കെ കുറെ അപരാധങ്ങൾ കണ്ട് ചിരിച്ചിരിച്ച് ഞാനിപ്പോൾ നടക്കുവാണ്. സത്യം ഞാൻ ഇപ്പോൾ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. രേണുവിന്റെ വീഡിയോ കോമഡി വീഡിയോ അത്രയേ ഉള്ളൂ, ചിരിക്കാനുള്ള ഒരു വകുപ്പ്. അല്ലാണ്ട് ഇതിൽ സീരിയസ് ആയിട്ട് ഒരു തേങ്ങയില്ല. പിന്നെ ഇവളെ വായിന്ന് വരുന്ന കുറെ പൊട്ടത്തനങ്ങളും മണ്ടത്തനങ്ങളും ഇവളുടെ ഉടായ്പകളും ഇവള് തന്നെ പറയാതെ വയ്ക്കും. അങ്ങനെ കുറെ കാര്യങ്ങളാണ്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ബിഗ് സീറോ ആണ് ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം. ബിഗ് സീറോ, അതിൽ ഒരു കോംപ്രമൈസുള്ള ബിഗ് സീറോയാണ്. എന്താണ് സമൂഹത്തിലോട്ട് നീ കാഴ്ചവെക്കുന്നതെന്ന് വെച്ചാൽ ബിഗ് സീറോ ഒന്നുമല്ല, ഒരിടം എത്തിയിട്ടുമില്ല. പിന്നെ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട് രേണു, അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം ഒന്നുമില്ല. പിന്നെ ചെയ്യുന്ന നാരത്തനോ അല്ലെങ്കിൽ ഊഫിത്തനത്തിന് മറക്കാൻ വേണ്ടിയിട്ട് കാശ് സഹായിക്കും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മളെ നാണം കെട്ട ഏർപ്പാടാണെങ്കിലും ആ നാണക്കേട് മറക്കാനായിട്ട് കാശിന് സാധിക്കുമെന്ന്. അത് ചിലപ്പോൾ സാധിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ഭാവി എന്താവും എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. തങ്കം ചേട്ടാ സുഖല്ലേ? അന്വേഷണം ഞാൻ പറയുകയാണ്, ചേട്ടൻ കാണുവാണെങ്കിൽ ഞാൻ അന്വേഷിച്ച് നിങ്ങൾ കരുതിക്കോ. അതെ രേണുവിന്റെ വീട്ടിലേക്ക് ഒരു AC വാങ്ങിച്ചു വെച്ചാലോ? അതെ ഞാൻ AC വാങ്ങാൻ പോവുകയാണ്. ഓക്കെ AC വാങ്ങിച്ചു വെക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ റെഡി ക്യാഷിന്, നീ റെഡി ക്യാഷിന് EMIക്ക് അല്ലെങ്കിൽ ഇനി കട്ടോണ്ട് പോയ AC വൈ, കട്ടോണ്ട് പോലട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞ AC വൈ, അതിലിപ്പോ ഒന്നുമില്ല. പക്ഷെ നീ ആദ്യം പറയുന്നു ഞാൻ റെഡി ക്യാഷിന് AC വാങ്ങാൻ പോയി എന്ന്, എന്നിട്ട് അടുത്ത് പറയുന്ന കേട്ടോ. അയ്യോ കേട്ടോ, നമ്മുടെ തങ്കം ചേട്ടൻ ഓടിച്ചെന്ന്. AC വാങ്ങിയിട്ട് ഒരാ മോളിൽ പോയപ്പോ തങ്കച്ചേട്ടൻ ഓടിച്ചു. നാണമില്ലേ ആ വീട്ടിൽ കയറി കിടന്നിട്ട് ആ വീട്ടിൽ AC വാങ്ങിച്ചു വെക്കാൻ ഉള്ള കാര്യമാണ് ചോദിക്കുന്നത്. ആ വീട് വെച്ച് തന്നവരെ വസ്തു തന്നവരെ എല്ലാം മുണ്ടോക്കി കാണിച്ച് കുടുംബത്തോടെ, എന്നിട്ട് വീണ്ടും ആ വീട്ടിൽ കയറി നാണമില്ലാതെ കിടന്നിട്ട് AC വാങ്ങിച്ചു വെക്കുകയാണ്. പക്ഷെ ഞാൻ പറയേണ്ട കാര്യം പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അത് ഇടക്കിടക്കിട്ട് കുത്തി തന്നില്ലെങ്കിൽ നിന്റെ കുന്തളിപ്പിന്റെ ഒരു കുറവ് കാണില്ല. ചുമ്മാ ഞാൻ കാര്യം ട്രാക്ക് ചെയ്ത് മാറിപ്പോയി. രേണു ഫാനിടാ, വാ ശരി തരാം. രേണുവിന്റെ കോമഡി ബാക്കി ചിരിക്കൂ എല്ലാവരും. രേണുവിന്റെ കോമഡി ആയിരുന്നു. റെഡി ക്യാഷിന് അല്ലാട്ടോ, EMIക്ക് എടുത്ത്. EMIക്ക് ചോദിച്ചാൽ നീ എന്നാ തേങ്ങ എടു, നീ AC എടുത്താൽ AC എടുത്തില്ലെങ്കിൽ നമുക്കെന്ത്, നീ എന്ത് തേങ്ങ ചോദിച്ചു? ഇതെന്തുപ്പോ ഇത്?
എന്താ ഇത് ഇങ്ങനെ? ഈ ഓൺലൈൻ മീഡിയക്കാരാണ് ആദ്യം മടൽ വെട്ടിയടിക്കേണ്ടത്. ഞാൻ ചുമ്മാ പറഞ്ഞാണ് കേട്ടോ, നിങ്ങൾ വീഡിയോ ഇടുന്നതുകൊണ്ടാണ് നമുക്ക് കണ്ടന്റ് ഉള്ളത് കേട്ടോ. ഇതിന്റെ കോപ്രായങ്ങളും ഉടായ്പകളും നിങ്ങൾ കൊണ്ടിട്ട് നമ്മൾ പൊളിച്ചെടുക്കും, നിങ്ങൾ കൊണ്ടിട്ട് നമ്മൾ പൊളിച്ചെടുക്കും. ഇതാണ് നടക്കുക. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു എന്റർടൈൻമെന്റ്. നിങ്ങളൊന്ന് നോക്കി ഇവളെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരത്തില്ല. ഇവളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, എക്സാമ്പിൾ തന്നെ ഇവളുടെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരികളെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വ്യൂവർഷിപ്പ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചിത ഓഡിയൻസ്, ഒരു 1000, 2000, 5000-നകത്ത് നിൽക്കും. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവളെ സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്ന ആൾക്കാർക്ക് വ്യൂ ഇല്ല. കാരണം ഇവള് കാണിക്കുന്ന ഉടായ്പാണെന്ന് ലോകം മൊത്തം അറിയാം. ആ സ്ഥിതിക്ക് ഇവളുടെ ഉടായ്പകളെ പൊളിച്ചെടുക്കുന്നവർക്കാണ് വ്യൂവർഷിപ്പ്. അതായത് ഇവൾക്കെതിരെ സംസാരിക്കുന്നവർക്കാണ് വ്യൂവർഷിപ്പ്. അതെന്താണെന്ന് ഞാൻ പറയാതെ തന്നെ മനസ്സിലാവില്ല. പിന്നെ ഇവളെ പൊളിച്ചെടുക്കുന്നതും ഇവളെ എടുത്തിട്ട് അലക്കുന്നതും കാണാൻ ആൾക്കാർക്ക് അത്യാവശ്യം ക്യൂരിയോസിറ്റി കൂടുതലാണ്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, കൂടുതലൊന്നുമില്ല കേട്ടോ. കൂടുതൽ വലുതായിട്ട് ആനകാര്യമായിട്ടൊന്നും ചിന്തിക്കില്ല രേണു. ഇനി രേണുവിനെ പറ്റിയിട്ട് വേറൊരു ചേച്ചി പറയുന്നേക്കാം, നല്ല സൗന്ദര്യമുള്ള ചേച്ചിയാണ്, കണ്ടപ്പോൾ തന്നെ ക്രഷ് അടിച്ച്. പക്ഷെ ചേച്ചി ഇത് വേണ്ടായിരുന്നു. അപ്പൊ ഗൈസ്, നമ്മുടെ ഒരു ഗസ്റ്റ് വന്നേക്കുവാ. ഭയങ്കര തിരക്കൊക്കെ ആയതുകൊണ്ട് കറക്റ്റ് ടൈമിൽ ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ലാലേട്ടനെ മമ്മൂക്കി അങ്ങനെ ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ പോട്ട് ആരെങ്കിലും ഒക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഇതായിരുന്നു ചേച്ചിയുടെ ഗസ്റ്റ് എന്ന് ഞാൻ വിചാരിച്ചില്ല. ചേച്ചി എന്നെ വിളിക്കില്ല. വേണ്ട, വന്നിട്ടില്ല. അങ്ങനെ നമ്മുടെ സെലിബ്രിറ്റി രേണുസുതി വന്നേക്കുവാണ്. നമ്മുടെ സെലിബ്രിറ്റിയല്ല, എളിവറട്ടി രേണുസുതി വന്നിറക്കണം. അപ്പൊ പറയും ബോഡി ഷേപ്പിംഗ് ആണ്. അതല്ല, എളിവറട്ടി, സ്വയം പ്രഖ്യാപിത എളിവറട്ടിയാണ്. എടേ, ഞാൻ സെലിബ്രിറ്റി ആണെന്ന് സ്വന്തമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കണം. അമ്മാതിരി ടീമാണ്, ചീഞ്ഞൊളിഞ്ഞ ടീം. പുതിയ ഫ്ലാറ്റില് നല്ല അടിപൊളി ഒരു ബുദ്ധനും ഒരു കുഞ്ഞു ഗണപതിയും കൊണ്ടാണ് നമ്മുടെ രേണു. ഞാൻ ഓർത്ത സത്യമായിട്ട് പുതിയ ഫ്ലാറ്റിലോട്ട് ആദ്യമായിട്ട് എന്തെങ്കിലും നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണം. ഇവൾക്ക് കൊടുക്കാൻ പറ്റിയത്, ഇവളെ ഞാൻ നോക്കിയത് കണ്ടത് വെച്ച് ഏറ്റവും വലിയൊരു ഭക്തിയാണ് ഇവള്. സോ അവൾക്കൊരു ബുദ്ധനെയും കുഞ്ഞു ഗണപതിയാണ് ഞാൻ കൊടുത്തത്. എനിക്കത് ഭയങ്കര സന്തോഷമായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അടിപൊളി. താങ്ക് യു രേണു. അതെ, താങ്ക് യു രേണു. നല്ല അടിപൊളി ഗിഫ്റ്റ് ആയിരുന്നു. ഒരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തുന്നത്. എന്ത് എലിവറിറ്റി എന്താ, ബിഗ് ബോസിൽ പോയെന്ന് വെച്ചിട്ട് സെലിബ്രിറ്റി എലിവറിറ്റി ഒക്കെ ആവും. എന്തോന്നിടെ ഇതൊക്കെ. ഇനി വേറൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം സുഹൃത്തുക്കളെ. ആനയെ തടവുന്ന രേണു. വാവ്, ആന ചവിട്ടിക്കൊന്ന എന്നെ. സത്യം, ആന ചവിട്ടി തീർത്താന് രേണുസുതിയെ ആന ചവിട്ടി ഞെട്ടിക്കുന്ന വീഡിയോ പുറത്ത് ഇപ്പൊ വന്നാന്. ഞാൻ അനുമ്പൻ രക്ഷപ്പെടുത്തിയിരുന്നു. യു ബി കെയർഫുൾ. വാവ്, ആനയുടെ തല പ്രതിമയാണെന്നുള്ളൊരു ബോധം പോലും ഇല്ല, തടവിക്കൊണ്ടിരിക്കുകയാണ്. തീർന്ന്. നല്ലൊരു പ്രതിമയായിരുന്നു. പോട്ടെ, ഇപ്പൊ കണ്ടത് കണ്ട് നിങ്ങളെ കൂടി കാണിക്കാന്ന് വിചാരിച്ച്. ഇതെന്താ കൊമ്പിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു? എന്താ രണ്ടു ഇത് ഇങ്ങനെയൊക്കെ പിടിക്കുന്നു? ഉമ്മച്ചടാ, പ്രതിമയാണെന്നുള്ളൊരു ബോധം പോലും ഇല്ല. പോട്ടെ, എന്തിലാവട്ടെ. മറ്റേ മാല. ആരുടെ ആ വോട്ട്സ് വാഗൺ കിടക്കുന്നത്? ആരുടെയോ വോട്ട്സ് വാഗൺ കിടക്കുന്നുണ്ട്. കൊള്ളാം കേട്ടോ, ആന കൊള്ളാം. മാറിയില്ലടേ എന്ന്. നീ മാറി നിന്ന് ആനെങ്കിലും നേരെ കാണായിരുന്നു. ഇതെന്തുവാ ഇത്? കയറി വരണ്ടിരിക്കുകയാണ് വൈക്കും വെച്ചാണ്ട്. ഒന്ന് മാറി നിന്ന് ആനെങ്കിലും നേരെ കണ്ടേനെ. ആനയും കാണാൻ പറ്റില്ല, കോപ്പ്. എത്ര രൂപ ആന? പോട്ട്. ഓയോ, തീർന്നില്ല. വീണ്ടും മാലയായിട്ട് വന്നല്ലോ, ചെവിയില് പൂവും വെച്ച്. മിഴിയറിയാതെ വന്നു നീ, മിഴിയോ ഞാനോടി, കനവറിയാതെ ഏതോ തോ. ആ പാട്ടിനെ തുളയ്ക്കാനായിട്ട് കയറി ഇന്ന് റീൽ ഇട്ടിരിക്കുകയാണ്. ചെവിയിൽ പൂവും വെച്ച് നാട്ടുകാരെ പറ്റിക്കാനായിട്ട്. സഹിക്കുന്നതിലൊക്കെ ഒരു പരിധി കൊണ്ടിരിക്കണ. മതിയൊക്കെ നിർത്ത നീ. ഈ പാട്ടിന് എന്തിനുള്ള തൂറിയിട്ട് 7 ദിവസം ആയതുപോലത്തെ ഫേസ് എക്സ്പ്രഷൻ വെച്ചിട്ട് ഇങ്ങനെ ഏറിയിരിക്കണം. നല്ല പാട്ട്, അതിനിരിക്കുന്ന എക്സ്പ്രഷൻ കണ്ട. മുക്കുന്നുണ്ട് എന്തായാലും. അത് മനസ്സിലായി. മുക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കൊള്ളാം രേണു. നിന്നെ ആരടി വിമർശിക്കുന്നത്? ഇനി നിന്നെ കുറ്റം പറയുന്ന ആരെയും ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. ഇനി രേണുവിന് വേണ്ടിയിട്ട് പോരാടും അല്ലേ? അതല്ല എൻ്റെ ഒരു രീതി. എന്തായാലും രേണു,
എലിവരട്ടിയല്ലേ പുതിയൊരു ഷോർട്ട് ഫിലിം ഇറങ്ങാൻ പോകുന്നെന്ന് പറയുന്നുണ്ട്. വിവാദങ്ങളുടെ റാണിയാണല്ലോ റാണോസുതെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുകയാണോ, നിന്നെ ആൾക്കാർ സപ്പോർട്ടല്ല ചെയ്യുന്നത്. കുറെ വിവരമില്ലാത്ത ഓരോ ദോഷികൾ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നീ മനസ്സിലാക്കുക. അത് നിന്നെ പോലെ മന്ദബുദ്ധികളാ, ബോധമില്ലാത്ത കുറെ ടീംസ്. അല്ലാണ്ട് വിവരം ബോധം പൊക്കണുള്ള ആൾക്കാർ അങ്ങനെ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. അത് മനസ്സിലാക്കണോ. ഇത് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരും, നീ പറ. അല്ലാണ്ട് ഞാൻ എന്ത് പറയാനാ. ഓ ഒന്ന് വന്നതേ സഹിക്കാൻ വയ്യ. ഈ കോംബോയാണെന്ന് വീണ്ടും ദാസേട്ടനോ കൂടെ പ്രജീഷ് അടുത്ത അവന്റെ കൂടെ ബോർഡ് കലക്കാൻ പോകുന്നു. ഓ എങ്ങനെയാ ഇതൊക്കെ, ഇതെങ്ങനെ സാധിക്കുന്നു? അടുത്ത വിവാദ റാണിയായി മാറും റാണോസുതെ. ഈ പ്രജീഷൂട്ട ബിഗ് ബോസ് കയറാൻ വേണ്ടിട്ട് കാണിക്കുന്ന കോപ്രായം ആയിരിക്കും. എടാ കേറാ, നീ കേറാ കൂട്ട, അടുന്നിട്ട് വേണം നിനക്ക് തരിഞ്ഞ്. വേറെ ആരാ? 3 പേർ. ഓക്കെ, ദാസേട്ടൻ, പ്രജീഷ്, അക്ഷയ് ആരാണ് അറിയില്ല. എന്തായാലും 3 പേരുണ്ട് പുതുതായിട്ട് നായകന്മാരുമായിട്ട്. 3 നായകന്മാർക്കും കൂടി ഒരു റാണി എന്നാണ് പറയുന്നത്. ആര്? നായിക, അതായത് രേണുസുതെ. വണ്ടർഫുൾ, അമേസിംഗ്. 3 നായകന്മാർക്ക് ഒരു നായിക. അതാണ് ഇനി വരാൻ പോകുന്ന ട്രാക്ക്. ഇത്രയും ബലിഷ്ഠമായ അഭിനയമാണ് ഇനി കാഴ്ചവെക്കാൻ പോകുന്ന. ബാഹുബലിയിൽ പോലും നിങ്ങൾ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ അഭിനയമാണ് ഇനി രേണുസുതി ഇവിടെ കാഴ്ചവെക്കാൻ പോകുന്നത്. ഈ ഒരു അഭിനയ ഗുലപതിയെ കണ്ട് മിക്കവാറും കേരളക്കര ഒന്നോട് ഞെട്ടും. ആ ഞെട്ടല് ദാസേട്ടന്റെ ആൽബത്തിൽ ഞെട്ടിയതുപോലെ ആയിരിക്കൂല. മിക്കവാറും 18+ പോയിട്ട് ഒരു 26+ ആയിരിക്കും. അമ്മാതിരി ഞെട്ടലായിരിക്കും ഞെട്ടാൻ പോകുന്നത്. അതെ, ഉടനെ വരുന്നുണ്ട്. എന്തായാലും വരണ്ട, അതുവഴി പോയ അത്രയും നല്ലത്. നമ്മുടെ ശാന്തിയുള്ള ദിനേശ് ചേട്ടൻ 2ാമത് റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനൊരു മറുപടി എന്തെങ്കിലും രേണു കൊടുത്താൽ കൊള്ളായിരുന്നു. കേട്ടോ കെട്ടിക്കണം. അല്ലാണ്ട് ഈ തിരിച്ചു കൊത്താത്ത കുറെ ടീംസിനിട്ട് അങ്ങോട്ട് അടിച്ചിട്ട് വാടി പോണ്ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് ഇനി ശാന്തിയുള്ള ദിനേശ് ചേട്ടനെ ഇട്ടിട്ട് ഒരു കൊട്ടുകൂടി അങ്ങോട്ട് കൊട്ടുക. അപ്പം അങ്ങേര് ബാക്കിയും കൂടി എടുത്ത് പുറത്തിടും. അതോടെ താഞ്ഞിട്ട് ആ ഒരു പരിപാടിയും കൂടി കണ്ടു കഴിഞ്ഞാൽ സ്പഷ്ടായന. നോക്കാം, വെയിറ്റ് ആൻഡ് വാച്ച്. ചർച്ച അടക്കാനാ എന്ത്? ഇതിന് മാത്രം കുറെ ഓഞ്ഞ ആൽബം, കുറെ ഓഞ്ഞ ഇനാഗുറേഷൻ, കുറെ ഓഞ്ഞ ഷൂട്ടിങ്. ഇതിന് എന്തോ വലിയ ചർച്ച അടക്കണം, അന്താരാഷ്ട്ര ചർച്ച അടക്കുകയാണ്. അയ്യോ ചർച്ച എന്നാ ഗീതത്തിനാ ചർച്ച ചെയ്യുന്നത് ഇതിന് മാത്രം? അയ്യോ, ഇവിടെ സിനിമാക്കാർക്ക് പോലും ഇല്ല ചർച്ച. ഒരു കൂറ ആൽബം എടുക്കാൻ ഇമാതിരി ചർച്ചയാ. അവിടെ കൂടി ഇവിടെ കൂടി നടക്കും, 2 കട്ടിൽ കിടന്ന് 2 ഉരുള്. ഇതിനെല്ലാം ചർച്ച. ഓ ലവ് സ്റ്റോറി. ഇനി അതിൻ്റെയും കൂടി കുറവേ ഉണ്ടായിരുന്നുള്ളു. ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ നല്ലൊരു സ്റ്റോറി, ലവ് സ്റ്റോറി പറ. ഓ ഇത്ര അറിഞ്ഞപ്പോ തന്നെ ഞാൻ തളർന്നു. ഇനി ബാക്കിയും കൂടി അറിഞ്ഞാ എന്നെ മറ്റേ പുതപ്പിച്ച് കിടത്താ, മൂക്കി പഞ്ഞിയും വെച്ച്. 2 കൈയല്ല, കാലും കൂടി നീട്ടിയായിരുന്നു. കിട്ടിയിരുന്ന താറുമാറായിട്ട് പറക്കിട്ട് അടിച്ചാന്. മന്ദാരച്ചെപ്പുണ്ട്, മണിക്ക് കല്ലുണ്ട്, കയ്യിൽ വാർമതിയേ. പനം തേനം വയമ്പമുണ്ടോ, വനം പാടി തൻ തൂവലുണ്ടോ, ഉള്ളില്ല മുതത്തിരകൾ ഉയരും മൗനം പാടുന്നു. മന്ദാരച്ചേല് ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചെന്ന്. കമന്റ് ബോക്സ് പോയി നോക്ക്. കമന്റ് ബോക്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നെന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ഉണ്ടായിരുന്നു. സത്യം, ഞാൻ ചുമ്മാ പറയുന്നില്ല. അമ്മാതിരി കമന്റുകളായിരുന്നു. മന്ദാരച്ചേല് ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചെന്ന്. ആ കമന്റ് ബോക്സ് ഒന്ന് ഓഫാക്കി പോയി, അല്ലെങ്കിൽ പറയുന്നതെല്ലാം കള്ളമാണെന്ന് നാട്ടുകാർ വിചാരിക്കും. സത്യമുള്ള കാര്യം പറയാം, നല്ല കമന്റ് ഒന്നും ഞാൻ കണ്ടില്ല. നിങ്ങളെ PR പണി എടുത്തിട്ടുള്ള കമന്റ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാണ്ട് ഒറ്റ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യാൻ കണ്ടിട്ടില്ല. അമ്മച്ചാണ് ഞാൻ ഇന്നലെയും കൂടി കമന്റ് ബോക്സ് നോക്കിയുള്ളൂ. ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ. ഈ വീഡിയോ നിങ്ങൾ കാണുന്ന നാളെ ആയിരിക്കും. ഞാൻ ഇന്നലെ ഷൂട്ട് ചെയ്താണ് കേട്ടോ, ഒന്നും വിചാരിക്കരുത്, സമയമില്ലാത്തതുകൊണ്ടാണ്. ഈ ഒരു ആൽബം, ഞങ്ങളുടെ അടുത്ത വരുന്ന ആൽബം 2-4 കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്നുണ്ട് എനിക്ക് ഉറപ്പ്. ഓ മിക്കവാറും നിന്നൊരു പബ്ലിക് സ്റ്റേജിൽ കണ്ട പൂച്ചെണ്ടുകൾ വാരി അറിയും. ചെണ്ട തന്നെ തരും. 2 കൈ നീട്ടി 2 കാലം നീട്ടി സ്വീകരിക്കുക. കുറെ ഓഞ്ഞ ആൽബം പോലെ. എന്നിട്ട് അതിന് പേര് ആൽബം പോലെ. ഹോ, പണ്ട് ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ ഒരു വില ഉണ്ടായിരുന്നു, ആൽബം എന്ന് പറയുമ്പോഴും വില ഉണ്ടായിരുന്നു. ഇതുപോലത്തെ കുറെ ടീംസ് വന്നതിന് ശേഷം അതിൻ്റെ വിലയും കിട്ടി. അതിൻ്റെ ഒരു ഒന്നും പറയാനില്ല. നമ്മുടെ പുറം രാജ്യങ്ങളിൽ, അമേരിക്ക പോലത്തെ അവിടെയൊക്കെ സിനിമയിൽ ഏറ്റവും വേസ്റ്റ് സിനിമയ്ക്ക് അവാർഡ് കൊടുക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും ഒരു അവാർഡ് ഉണ്ടെങ്കിൽ
നിങ്ങളുടെ ആൽബത്തിന് കിട്ടും കേട്ടോ. സത്യം ചുമ്മാ പറഞ്ഞില്ല, ആ അവാർഡ് കിട്ടും. അത് കറക്റ്റാ. അത് നിങ്ങൾ നേടണം. ആ ഒരു അവസരം നിങ്ങൾ കളയരുത്. ഏറ്റവും വേസ്റ്റ് ആൽബം എന്ന് പറയുന്ന ഒരു തട്ട് നിങ്ങളുടെ തന്നെ താണിരിക്കും. ആ അവാർഡ് വാങ്ങിച്ചുകൊണ്ട് തന്നെ പോകണം. ഒരു കാരണവശാലും ആ അവാർഡ് വേറെ ആർക്കും കൊടുക്കരുത്. ഓ, എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടാ. നിന്റെ കുറെ ആൽബം കൂടി ഇറങ്ങണം. തനി ഗുണങ്ങളും കൂടി അങ്ങോട്ട് പുറത്ത് ജനങ്ങൾ, ബാക്കിയുള്ള വിഡ്ഢികളായിട്ടുള്ളവന്മാരും കൂടി അറിയണം. എന്തായാലും ഡ്രാക്കുളയെ പ്രേമിക്കാൻ പോയിരിക്കുകയാണ്. ഇത്രയും ഗതികിട്ടവനാണ് ഇവിടെ നമ്മളെ ഡ്രാക്കുള. ഡ്രാക്കുളയുടെ ഒക്കെ അവസ്ഥ എന്താണ്? ജ്യൂസും കുടിച്ച് എന്നാ തീറ്റിയാടി നിന്റെ പ്ലാറ്റ് നോക്കട്ട്. എന്നാ തീറ്റിയാ ഇത്? പൊളന്ന തീറ്റിയാണല്ലേ. എന്തോന്നാ ഇത്? സമ്മതിച്ച് ഒന്നും പറയാല്ല. സെറ്റ്. ഓ ശിവനെ ആണ്ടവാ കപ്പത്തുങ്കോ. ഡ്രാക്കുളയുടെ വില കളയാനായിട്ട് ഓരോന്ന്. ഇനി അങ്ങോട്ട് പിടി, നേരെ അങ്ങ് പോകും. ഡ്രാക്കുളയുടെ നെഞ്ചത്ത് എന്തിനാണ് ഇമ്മ അത് ഊള ചോദ്യം ചോദിക്കുന്നത്? ഏതോ ഗ്രേപ്പ് ജ്യൂസും അടിച്ചു വെച്ചോണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെയുള്ള മൂത്രം ഒഴിച്ചു കൂടി. ബ്ലഡ് ഉണ്ട് എണ്ണിട്ട്. ആരാണ് അതൊക്കെ? കാര്യട്ട് സത്യം. ചുമ്മാ അങ്ങനെ ഒന്നും പാലായില്ല. എന്തിനു നാട്ടുകാരൻ വല്ലതൊക്കെ പറഞ്ഞേ പ്രണയിക്കാൻ വന്നിരിക്കുന്നു. എന്റെ സുനിയേട്ടോ ഇനി സുനിയേട്ടനെ പ്രണയിക്കുന്നില്ലേ? ഇനി ഡ്രാക്കുളയാണോ? സുനിയേട്ടനെ വിട്ട് ഡ്രാക്കുളയെ പ്രേമിക്കാൻ പോവുകയാണോ രേണുസുതി? എന്തു പറയണു? നമ്മൾ സുനിയേട്ടൻ എന്ത് ചെയ്യും? സുനിയേട്ടനെ വിടരുത്. ഇങ്ങനെ വെച്ചല്ലേ നമ്മൾ ഇത്ര ഉണ്ടാക്കിയത്. എന്തിനാ ഇങ്ങനെ? സുനിയേട്ടനെ വിടരുത്. ഡ്രാക്കുളയെ പ്രേമിച്ച രേണു സുനിയേട്ടൻ ഡെഡ്. ലുട്ടാപ്പി കുന്തത്തിരുന്ന് പോകുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ബാലരം എടുത്ത് വായിക്കും. അയ്യാ, നിനക്ക് പറ്റിയത് പ്രജീഷും ദാസേട്ടൻ ക്വാളിക്കോടാണ്. ഡ്രാക്കുളയുടെ വില കളയരുത് ദയവ് ചെയ്തിട്ട്. ഉള്ള കാര്യം പറയും. അമ്മച്ചിയാണ്, ഞാൻ ചുമ്മാ പറയുന്നില്ല. നമ്മളെ ഉള്ള കാര്യം ഉള്ളതെന്ന് പോലെ പറയും. അതുകൊണ്ട് തന്നെ നമ്മൾ ചിലവർക്കൊന്നും പിടിക്കത്തില്ല. അതൊക്കെ വോട്ട് എല്ലാം രേണുസുതിക്ക് വേണ്ടി, എല്ലാം സുധിയേട്ടന് വേണ്ടിയിട്ട്, രേണുസുതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. രേണുസുതി ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്ന എല്ലാം സുധിയേട്ടന് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിനി വേറൊരു പോസ്റ്റ് ഒന്ന് വായിക്കാം. അനുചന്ദ്രൻ, ഞാൻ എൻ്റെ മുന്നേ ഒരു വീഡിയോയിലും കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് ഇപ്പോഴും ഇത് ആൾക്കാർ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. അതിൽ നിന്നെപ്പറ്റി ഇങ്ങനെ ആ വീഡിയോ കാണാത്തവരായിരിക്കും. എന്തായാലും ഈ കണ്ടന്റാണ് അതിനെ പറ്റിയ കണ്ടന്റ്. അതുൽ വ്ലോഗ്സ് എന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. ഒരിടത്ത് ഒരു സിംഹം ഉണ്ടായിരുന്നു. ഒരു കാടുണ്ടായിരുന്നു. ആ കാട്ടിൽ ഒരു സിംഹം ഉണ്ടായിരുന്നു. ആ സിംഹം ആയിരുന്നു ആ കാട് ഭരിച്ചിരുന്നത്. എന്നാൽ ആ കാട്ടിൽ എന്നെപ്പോലുള്ള മാനും മുയലും പാവം കുഞ്ഞു പ്രാണികളൊക്കെ ഉണ്ടായിരുന്നു. സത്യമുള്ള കാര്യം. നമ്മൾ ആ കൂട്ടത്തിൽ കണ്ടാൽ നിങ്ങളൊക്കെയാണ് കാട് ഭരിക്കുന്ന സിംഹം. നമ്മളൊക്കെ വെറും കാട്ടിലെ പൂച്ച. അത്രയേ ഉള്ളൂ. നിങ്ങളാണ് സിംഹം. അപ്പം അനുചന്ദ്രൻ അതുൽ വ്ലോഗ്സ് എന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. അതെന്താ, എനിക്ക് ഫേസ്ബുക്കിലും പേജുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്. എല്ലാം പ്രൊമോട്ട് ചേച്ചി. ഒരുമാതിരി യൂട്യൂബ് മാത്രം പ്രൊമോട്ട് ചെയ്തത് മോശം. അതുലിനെതിരെയും രേണുസുതി കൊടുത്ത കേസാണ് ഇന്ന് രേഖാ രതീഷിന്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. അയച്ചോടാ, ചേച്ചിക്ക് അത്ര ഓർമ്മയായിരുന്ന. ഞാൻ ചേച്ചിയുടെ പ്രൊഫൈൽ വെക്കിയ സമയത്ത് ചേച്ചി എന്തോ സിനിമ റിവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ട്. ശുദ്ധ ബ്ലണ്ടറൊക്കെയാണ് വിളിച്ച് പറയുന്നത്. അത് കാണാനും കൈയടിക്കാനും കുറെ പോങ്ങികളും. അത് പോട്ടെ. എന്തായാലും ചേച്ചി ഇത് പറഞ്ഞ സ്ഥിതിക്ക് പറയാം. എൻ്റെ ഫോട്ടോ വയ്ക്കാറുണ്ട് കേട്ടോ. ഞാൻ സ്ട്രൈക്കൊന്നും തരാൻ പോകുന്നില്ല. എൻ്റെ ഫോട്ടോ ഒക്കെ വയ്ക്കുക. എന്നെ പറ്റി നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും ഫോട്ടോ ഒക്കെ വയ്ക്കും. നമുക്ക് കിട്ടട്ടെ പബ്ലിസിറ്റി. രേണുസുതിനെ കിട്ടി പബ്ലിസിറ്റി ഉണ്ടാക്കണേ. പിന്നെ നമുക്ക് എന്നാ ഉണ്ടാക്കിയ ചേച്ചി എന്തിനാ? പോട്ടെ. രതീഷ് അല്ലല്ലോ, അത് സുധീഷ്, അത് രതീഷ്. ഓക്കെ. കേസാറിന്റെ രേഖാസാധ്യത. രേണുവിന്റെ വ്യക്തി ജീവിതവും അവരെപ്പറ്റി നാട്ടുകാർ പറയുന്ന പൊടിപ്പും തൊങ്ങലും വെച്ച് കഥകളുമൊക്കെ യൂട്യൂബ് ചാനൽ വന്നിരുന്ന് വിളിച്ചു പറയുന്ന അതുൽ വ്ലോഗ്സിനെതിരെ രേണു പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞ പൊടിപ്പും തുങ്ങലുമായിട്ടുള്ള കഥകൾ ഏതെങ്കിലും കള്ളമാണെന്ന് രേഖ ചേച്ചി അങ്ങോട്ട് തെളിയിച്ചു കഴിഞ്ഞാൽ ചേച്ചി പറയണ പണി ഞാനും കേൾക്കും. എന്ത് പണിയെടുക്കണം? വേണമെങ്കിൽ ചേച്ചിയുടെ വീട്ടിൽ കാലാകാലമായിട്ട് വന്നിട്ട് അടുക്കളയിൽ പാത്രം കഴുകി നിൽക്കുന്ന ഒരു സെർവൻ്റായിട്ട് വേണമെങ്കിൽ ഞാൻ നിൽക്കാം കേട്ടാ. ഞാൻ പറഞ്ഞിട്ടുള്ള കഥകൾ കേട്ടാ. കാരണം രേണു പറയുന്ന പല കള്ളങ്ങളെയാണ് ഞാൻ പൊളിച്ചടുക്കിയിട്ടുള്ളത്. അതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ രേണുവിന് പൊട്ട്. അങ്ങനെ അവസാനം പൊട്ടിയാണ് കൊണ്ട് കേസ് കൊടുത്ത്. ആര് മുഞ്ചി? ഞാൻ ഒന്നും പറയുന്നില്ല. പൊട്ട്. അയാൾ എളുപ്പത്തിൽ ആ പരാതിയിൽ നിന്നും പുറത്ത് കടന്നു.
അയാളെന്നൊക്കെ വിളിക്കണല്ലേ, ഞാനൊരു സംഭവം തന്നെ. ജീവിതത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു എന്നെ അയാളെന്നൊക്കെ വിളിക്കുന്നത്. ചുമ്മാ പറഞ്ഞാൽ വിളിക്കാറുണ്ട്, എന്നാലും ചേച്ചി, അയ്യാൾ. ഞാൻ എത്രയ്ക്ക് വളർന്നല്ലേ, അയ്യാൾ. ഞാനൊരു സംഭവം തന്നെ. ഞാൻ ആരായിട്ടാ? ഉണ്ണിക്കണ്ണൻ മംഗളുണ്ടാ. പോട്ട്. അയാൾ എളുപ്പത്തിൽ ആ പരാതിയിൽ നിന്നും പുറത്ത് കടന്നു. ഇന്നും അയാൾ രേണുവിനെതിരായ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഇന്നല്ല, മിക്ക ദിവസവും ഇടാറുണ്ട്. അത് കാരണം രേണു വീണ്ടും ഇട്ട് നമ്മൾ ഇട്ടോണ്ടിരിക്കും, അത്രേ ഉള്ളൂ. അതിന്റെ തുടക്കത്തിൽ അയാൾ പറയുന്നത് ഇങ്ങനെയാണ്: റെലവന്റ് എന്ന് പറയുന്ന സാധനം 7 അയലത്ത് കൂടി പോയിട്ടില്ല. സത്യമല്ലേ ഞാൻ പറയുന്നത്? അമ്മച്ചല്ലേ സത്യമല്ലേ? അമ്മച്ചാണ് സത്യമാണോ? പിന്നല്ലാണ്ട് ഞങ്ങളൊന്നും പറയൂല. പിന്നെ ആഴ്ചയിലല്ലേ, ദിവസത്തിലോ അല്ലെങ്കിൽ മാസത്തിലോ ഒക്കെ 1-2 വീഡിയോ ഇട്ട് നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് പോകാമെന്ന്. എന്താ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, എൻ്റെ ഒരു റോച്ചിങ് ടൈപ്പിൽ ചെറിയൊരു ട്രോളൊക്കെ പോലെ ഞാൻ കണ്ട് കഴിവുള്ളത് പോലെയൊക്കെ നമ്മൾ വല്ലതൊക്കെ വിളിച്ച് പറയും. അല്ലാതെ എക്സ്പോസിങ്ങിന്റെ വേറെ വീഡിയോ ഉണ്ട്. ഇതിപ്പോ നമ്മൾ ജസ്റ്റ് ട്രോളിങ്, അത് ആ സെൻസിൽ എടുക്ക് കേട്ടോ. ചന്ദ്രോദയം കൊള്ളാം. എനിക്ക് ഏറ്റവും അപകടം പിടിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് അതിനെ തോന്നിയത്. എന്താ, ഞാൻ റോട്ടിന്റെ നടുക്ക് നിന്ന് ലോറി പോയപ്പോഴാണ് പറഞ്ഞ അപകടം ഉണ്ടാവാൻ. എന്ത് ചെയ്യാ? പറ്റൂല. അനൂജ് ചന്ദ്ര വെരിഫൈഡ്, പൈസ കൊടുത്ത് വാങ്ങിയ വെരിഫൈഡ് ആണ്, അല്ലാതെ കിട്ടിയ വെരിഫൈഡ് ആണെന്ന് തോന്നുന്നില്ല. എന്നാലും ചേച്ചി, യു ആർ ലുക്ക് സോ ക്യൂട്ട്. ജർഗേസ് അത് വിട്, അതല്ലേ നമ്മൾ വിഷയത്തിൽ നടക്കിടക്ക് തന്നെ മറന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഓരോ ചേച്ചിമാർ എനിക്കെതിരെ വരുന്നത് കാണുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ ആരായിട്ടോ പറ, ഞാൻ ആരായിട്ടോ? ഇത്രയും വളർന്നു, ഞാൻ പോലും അറിയാണ്ട് ഞാനൊരു അധോലോകമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എനിക്ക് പോലും അറിഞ്ഞുകൂടാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ ആരായിട്ടാ? പറയൂ, നിങ്ങൾ പറയൂ. മാക്, നിങ്ങൾ പറയൂ, ഞാൻ ആരായിട്ടാ? എന്തായാലും രേണുസുതി സംബന്ധമായിട്ടുള്ള വീഡിയോസ് ഞാൻ ഇനിയും ചെയ്യണ്ട എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ പറയും. കാരണം പേഴ്സണലി എനിക്ക് ഒരുപാട് പേര് അയക്കുന്ന ഏറ്റവും കൂടുതൽ രേണുവിനെ കുറിച്ച് ഇത് പറയാതില്ലേ, ഞാൻ പറയും, ഇനിയും പറയും, എന്ത് ചെയ്യും, ഫോണില്ല കട്ട്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.